ഹലോ എവ്രി വൺ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA ഫോർത്ത് സെമസ്റ്ററുകാരുടെ കോംപ്ലിമെൻ്ററി പേപ്പർ ആയിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്സിലെ സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടുള്ള പഞ്ചായത്തി രാജ് സിസ്റ്റം ഇൻ കേരളയെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇതിൽ 73rd 74th അമെൻമെൻറ്റുകളുടെ കാര്യമൊക്കെ തന്നെ പറയുന്നുണ്ട്. എങ്ങനെയാണ് കേരളത്തിലെ പഞ്ചായത്തി രാജ് സിസ്റ്റം കൊണ്ടുവന്നതെന്നും അത് എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുണ്ട്, ഏതൊക്കെ രീതിയിലുള്ള അമെൻമെൻറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്കറിയാം, ഇന്ത്യയിൽ ഭൂരിഭാഗം ആളുകളും താമസിക്കുന്നത് ഗ്രാമങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരു വില്ലേജ് അല്ലെങ്കിൽ ഗ്രാമങ്ങളുടെയൊക്കെ തന്നെ നാട് എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു ഗ്രാമങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് സെൽഫ് ഗവേണിംഗ് ഗ്രൂപ്പ്സ് ആണ്. അതായത് നമ്മൾ ഈ പറയുന്ന പ്രാദേശിക സ്വയംഭരണ ഗ്രൂപ്പുകൾ, സെൽഫ് ഗവേണിംഗ് ഗ്രൂപ്പുകളാണ് ആവശ്യം. രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡിസിഷൻസ് എടുക്കുന്നതിലും അതുപോലെ ആളുകൾ എല്ലാം അതിൽ ഇൻവോൾവ് ആവുന്നതൊക്കെ തന്നെ പ്രധാനമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ ഗാന്ധി പറഞ്ഞ സമയത്ത് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗാന്ധി എപ്പോഴും പറഞ്ഞിട്ടിരിക്കുന്നത് ഇന്ത്യയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ഗ്രാമങ്ങളും കർഷകരുമാണ്, അവിടെയാണ് ഈ പറയുന്ന പ്രാദേശികമായിട്ടുള്ള സ്വയംഭരണ സ്ഥാപനങ്ങൾ വേണ്ടത് എന്നാണ്. സോ ദീസ് ലോക്കൽ ഗവൺമെൻറ്റ്സ് ആർ റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ ഡെമോക്രസി. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രാദേശിക സർക്കാരുകൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് വളരെയധികം പ്രധാനമാണ്. അപ്പോൾ അവർ തീരുമാനമെടുക്കുന്നതിൻ്റെ ഭാഗമാണ്, അതായത് ഈ വില്ലേജിലെ ആളുകൾ വരെ തീരുമാനമെടുക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന് ആളുകൾക്ക് തോന്നാനും അതുപോലെ ജനാധിപത്യത്തെക്കുറിച്ചിട്ട് അവരെ പഠിപ്പിക്കാനും അതുപോലെ പലതരത്തിലുള്ള കമ്മ്യൂണിറ്റി പ്രൊജക്റ്റുകളിലൊക്കെ തന്നെ അവർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പാക്കാനും ഒക്കെ തന്നെ അനുവദിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ഒരു സിസ്റ്റത്തിലൂടെയാണ്. അങ്ങനെ ഇന്ത്യയിലെ ചെറിയ ഈ ലോക്കൽ ഗവൺമെൻറ്റ്സ്, അതായത് പ്രാദേശിക തരത്തിലുള്ള സർക്കാരുകൾ ഉണ്ടായിരിക്കേണ്ടത് വളരെയധികം നിർണായകമാണ്. കാരണം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്, അതുപോലെ തന്നെ വളരെ വൈവിധ്യപൂർണവുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സിനെ അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത്. ഇത് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ്റെ ഒരു ഭാഗമാണ്. അതായത് നമ്മുടെ പവർ എന്ന് പറയുന്നത് താഴേക്കിടയിലുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഇതെന്നാണ് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോവാം. സോ നമ്മുടെ 1950 ജനുവരി 26 മുതലാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത് അല്ലേ. സോ റിക്കഗ്നൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബൈ ഇൻക്ലൂഡിങ് ഇൻ ഇറ്റ് ഇൻ സ്റ്റേറ്റ് ലിസ്റ്റ്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് എന്ത് ചെയ്യാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയാണ്. Article 40 of the Directive Principles of State Policy instructed states to set up village panchayat. അപ്പോൾ ആർട്ടിക്കിൾ 40 പ്രകാരമാണ് നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ, അതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്റിന് വേണ്ടിയുള്ള ഒരുപാട് ഡയറക്ഷൻസ് നൽകുക. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ആർട്ടിക്കിൾ 40 പ്രകാരമാണ് ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കണം എന്നുള്ള കാര്യം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത്. അങ്ങനെ ഗ്രാമീണ മേഖലകളെയൊക്കെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതിനും ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് പ്രൊമോട്ട് ചെയ്യിക്കുന്നതിന് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 1950 കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അതുപോലെ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് തുടങ്ങിയിട്ടുള്ള പരിപാടികൾ ആരംഭിച്ചെങ്കിലും വലിയ കാര്യമായിട്ട് അത് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ 1957 നമ്മുടെ ബൽവന്ത് റായ് മെഹ്തയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി വരികയാണ്. ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി വരികയാണ്. ഇത് വില്ലേജ്, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ എന്ത് ചെയ്യണം, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ് വേണം എന്ന് പറയുകയും ഒരു ത്രിതല, അതായത് ഈ ഒരു 3 ടയർ സംവിധാനം സൃഷ്ടിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. സോ ക്രിയേറ്റിംഗ് 3 ടയർ സിസ്റ്റം ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ് അറ്റ് ദ വില്ലേജ്, ബ്ലോക്ക് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ. വില്ലേജിലും ബ്ലോക്കിലും ജില്ലാ തലത്തിലും ഈ ഒരു തദ്ദേശ സ്വയംഭരണത്തിൻ്റെ, അതായത് ഈ ഒരു ത്രിതല സംവിധാനം സൃഷ്ടിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. ഗിവിങ് പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു ദീസ് ലോക്കൽ ഗവൺമെൻറ്റ്സ്. അപ്പോൾ ഈ ഒരു പ്രാദേശിക സർക്കാരുകൾക്ക് എന്ത് ചെയ്യണം, അധികാരവും ഉത്തരവാദിത്വവും നൽകണമെന്നാണ് 1957 വന്നിട്ടുണ്ടായിരുന്ന ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പ്രൊവൈഡിങ് ഇനഫ് റിസോഴ്സസ് ടു ദം. ഈ പഞ്ചായത്തി രാജ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വില്ലേജ്, ബ്ലോക്ക്, ജില്ലാ തലത്തിലുണ്ടാവുന്ന ഈ ഒരു സ്വയംഭരണ സംവിധാനത്തിന് അവർക്ക് മതിയായിട്ടുള്ള വിഭവങ്ങൾ നൽകണമെന്നും എല്ലാ സാമൂഹിക സാമ്പത്തിക വികസന പരിപാടികളും ഈ സ്ഥാപനങ്ങളിലൂടെയാണ് നടക്കണം
എന്ന് പറയുന്നത്. അതായത് മേക്കിംഗ് ഷുവർ ഓഫ് ഓൾ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഗോ ത്രൂ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയാണ് എന്ത് ചെയ്യേണ്ടത്, പലതരത്തിലുള്ള സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പരിപാടികൾ നടക്കേണ്ടത്. അപ്പോൾ വില്ലേജ്, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ എന്ത് ചെയ്യാണ്, ഒരു 3 ടയർ സിസ്റ്റമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അധികാരവും ഉത്തരവാദിത്വവും ഒക്കെ തന്നെ നൽകുന്നുണ്ട്, റിസോഴ്സസ് നൽകുന്നുണ്ട്. എല്ലാ പരിപാടികളും ഈ ഒരു സ്ഥാപനങ്ങളിലൂടെയാണ് നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. 1959 രാജസ്ഥാനും ആന്ധ്രാപ്രദേശുമാണ് ഈ ഒരു പഞ്ചായത്ത് രാജ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന സംസ്ഥാനങ്ങളുമെന്ന് പറയുന്നത്. സോ ഈ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായിട്ടുള്ള പലതരത്തിലുള്ള രീതികളുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാലും അതുപോലെ തന്നെ പലതരത്തിലുള്ള റിസോഴ്സസ് ഇല്ലാതിരുന്നാലും ഈ ഒരു പ്രശ്നങ്ങളിലേക്ക് തന്നെ നയിക്കുന്ന തരത്തിലുള്ളൊരു സിറ്റുവേഷൻ കൂടി ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. 1977 ജനതാ സർക്കാർ കൊണ്ടുവന്ന സമയത്ത്, അതായത് ജനതാ സർക്കാർ വന്ന സമയത്ത് പഞ്ചായത്തി രാജ് സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ചുകൂടി അനലൈസ് ചെയ്തിട്ട് വേണ്ട തരത്തിലുള്ള മെച്ചപ്പെടുത്തലുകളൊക്കെ തന്നെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അശോക് മെഹ്ത്ത കമ്മിറ്റിയുടെ, അതായത് അശോക് മെഹ്ത്തയുടെ നേതൃത്വത്തിൽ ഒരു സമിതിയെ നിയമിച്ചു. അതാണ് അശോക് മെഹ്ത്ത കമ്മിറ്റി എന്ന് പറയുന്നത്. 1978 ഈ ഒരു കമ്മിറ്റി 132 തരത്തിലുള്ള റെക്കമെൻഡേഷൻസ് നൽകുകയാണ് ചെയ്തത്. രാജ്യത്തുടനീളം ഈ ഒരു സംവിധാനം സ്റ്റാൻഡേർഡ് ചെയ്യുന്നതിനും ഒരു മാതൃകാ തരത്തിലൊരു ബില്ല് തയ്യാറാക്കുകയും ചെയ്തുവെങ്കിലും ജനതാ സർക്കാർ ഡിക്ലൈൻഡ് ആയപ്പോൾ പിന്നെ ഈ ഒരു പുരോഗതി എന്ന് പറയുന്നത് നിലയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ 1959 വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ഈ ഒരു പഞ്ചായത്തി രാജ് സിസ്റ്റവും അതുപോലെ തന്നെ 1957 ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി കൊണ്ടുവന്നതും 1977 ജനതാ സർക്കാർ വന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന അശോക് മെഹ്ത്ത കമ്മിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, 132 ശുപാർശകളാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 1980കളുടെ ഒരു പകുതി മുതൽ നമ്മുടെ സെൻട്രൽ സ്റ്റേറ്റ് തലങ്ങളിലൊക്കെ തന്നെ പഞ്ചായത്തി രാജിൽ ഒരുപാട് തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായി വരികയാണ്. അങ്ങനെ നമ്മുടെ ഓരോ വില്ലേജും വികസനത്തിലേക്ക് എത്തിക്കണമെന്നും അത് നമ്മുടെ വില്ലേജ് എന്ന് പറയുന്നത് ഒന്ന് വിപുലീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടുതലാണ് എന്നും പ്ലാനിംഗ് കമ്മീഷൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ 1984 പ്രധാനമന്ത്രി എന്ത് ചെയ്യാണ്, മുഖ്യമന്ത്രിമാരോട് പഞ്ചായത്തി രാജ് തിരഞ്ഞെടുപ്പ് നടത്തുവാനും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടി ആക്റ്റീവാക്കി മാറ്റാനും വേണ്ടിയിട്ട് പറയാണ്. അങ്ങനെ 1985 1986 പഞ്ചായത്തി രാജ് എന്ത് ചെയ്യാണ്, ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കമ്മിറ്റികളെ നിയമിച്ചു. അങ്ങനെ ഈ റെക്കമെൻഡേഷൻസ് ഒക്കെ പരിഗണിച്ചിട്ട് പഞ്ചായത്തി രാജിന് ഒരു കറക്റ്റായിട്ടുള്ളൊരു അടിത്തറ നൽകാൻ വേണ്ടിയിട്ട് ഭരണഘടന ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. അങ്ങനെ 1992 73ാം ഭരണഘടന എന്ന് പറയുന്നത് കൊണ്ടുവരാണ് പഞ്ചായത്തുകളിനെ ഒരു സ്വയം ഭരണം, അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആക്കിയിട്ട് എന്ത് ചെയ്യാണ്, യൂണിറ്റുകളാക്കി മാറ്റുകയാണ്. 74ാമത് ഭരണഘടന എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ 73 എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ഗവൺമെൻറ് റിലേറ്റ് ചെയ്തിട്ടാണ്. 74ാമത്തെ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അങ്ങനെ ഈ ഭേദഗതികളൊക്കെ തന്നെ സ്റ്റേറ്റിൻ്റെ ഈ ഒരു നിയമസഭകളുടെയൊക്കെ തന്നെ അംഗീകാരത്തിനും അതുപോലെ പ്രസിഡന്റിൻ്റെ അംഗീകാരത്തിനും ശേഷം 1993 ഏപ്രിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് എന്ന് പറയാം. അന്ന് മുതൽ എന്താണ്, ഈ ഒരു പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭാഗമാണ്. അപ്പോൾ ഇതൊരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മളിത് പറഞ്ഞത് കേട്ടോ. അതായത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന വന്നതും ആർട്ടിക്കിൾ 40 ഈ ഒരു നമ്മൾ എന്ത് ചെയ്യണം, പഞ്ചായത്തി രാജ് സിസ്റ്റത്തെ, അതായത് ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കണമെന്ന് പറഞ്ഞതും അതിനുശേഷം 1950 കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ വന്നുവെങ്കിലും അതൊന്നും റെഡി ആയില്ല. 1987 ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി വന്നു. അവിടെയാണ് ഈ ഒരു 3 ടയർ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1959 രാജസ്ഥാനും ആന്ധ്രാപ്രദേശും പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷനെ സ്വീകരിക്കാനുണ്ടായത്. പക്ഷേ അത് ഒരുപാട് തരത്തിലുള്ള കോൺഫ്ലിക്റ്റിലേക്ക് പോയി. അതിനുശേഷം ജനതാ സർക്കാർ വന്നു. 1978 എന്ത് ചെയ്തു, അശോക് മെഹ്ത്ത കമ്മിറ്റി 132 റെക്കമെൻഡേഷൻസ് കൊണ്ടുവന്നു. 1980 എന്ത് ചെയ്തു, നമ്മൾ പുതിയൊരു താല്പര്യം ഉണ്ടായിട്ട് 1984 എന്ത് ചെയ്യാണ്, പഞ്ചായത്തി രാജ് തിരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി പറയാണ്. 85 86 പഞ്ചായത്തി രാജ് ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരുപാട് റെക്കമെൻഡേഷൻസ് കൊണ്ടുവന്നു. പിന്നെ 1992 ഇത് ഭരണഘടനയുമായിട്ട് കൂട്ടിച്ചേർക്കണമെന്ന് പറഞ്ഞ് 73 74 ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നിട്ട് ഒരു സെൽഫ് ഗവൺമെൻറ് എന്നുള്ള രീതിയിലും അതുപോലെ മുനിസിപ്പാലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. അങ്ങനെ 1993 മൊത്തത്തിൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ ഭരണഘടനയുടെ ഒരു ഭാഗമായി. ഇതാണ് ഒരു ബാക്ക്ഗ്രൗണ്ടിനകത്ത് പറയാനുള്ളത്.
73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്നത് 1992 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാർട്ട് 9 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഇത് പറയുന്നത്. ഇതിൽ 16 ആർട്ടിക്കിൾസ് ആണ് വരുന്നത്. അതായത് ആർട്ടിക്കിൾ 243 ടു 243 O വരെയാണ് ഇത് പറയുന്നത്. ആൻഡ് ആഡഡ് 11th ഷെഡ്യൂൾ ഓഫ് ദ വിച്ച് ഡീറ്റെയിൽസ് ദ പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത്. അപ്പോൾ 11ാമത്തെ ഭാഗത്തിൽ ഇത് പഞ്ചായത്തുകളുടെ അധികാരത്തെക്കുറിച്ചിട്ടും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചിട്ടൊക്കെ തന്നെ വിശദീകരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പഞ്ചായത്ത് ബോഡീസ് ഹാവ് എ ടേം ഓഫ് 5 years വിത്ത് മാൻഡറ്ററി ഇലക്ഷൻസ് ആഫ്റ്റർ ദിസ് പീരീഡ്. അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചായത്ത് ബോഡീസ് ഇതിലൊക്കെ തന്നെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഈ കാലയളവിന് ശേഷം എന്താണ് ഇലക്ഷൻസ്, മാൻഡറ്ററി ആയിട്ടുള്ള ഇലക്ഷൻസ് നടത്തണമെന്ന്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ എസ്റ്റാബ്ലിഷിംഗ് പഞ്ചായത്ത് ആൻഡ് ഗ്രാൻറ്റിംഗ് ദം നെസസറി പവേഴ്സ്. പഞ്ചായത്ത് സ്ഥാപിക്കുന്നതിനും അതുപോലെ തന്നെ അവയ്ക്ക് ആവശ്യമായിട്ടുള്ള പവേഴ്സ് നൽകുന്നതിനും സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമുണ്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. The Act established a 3-tier Panchayati Raj system at village level, intermediate and district level. Although small states with the populations below 20 lakh have the option to skip the intermediate level. അപ്പോൾ ഗ്രാമം റിലേറ്റ് ചെയ്തിട്ട് ഇൻ്റർമീഡിയറ്റ് റിലേറ്റ് ചെയ്തിട്ട് ജില്ലാതലം എന്ന് പറയുന്ന രീതിയിൽ 3-tier സിസ്റ്റം, അതായത് ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനമാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഏത് 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിൽ. എന്നാൽ 20 ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള ചെറിയ സംസ്ഥാനങ്ങൾക്ക് എന്താക്കാം, ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽ എന്ന് പറയുന്ന കാര്യം ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഈ ഒരു ഗ്രാമത്തിൽ രജിസ്റ്റർ ചെയ്ത വോട്ടർമാർ എന്ത് ചെയ്യണം, ഗ്രാമപഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ ഒരു ബേസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ members of panchayat are directly elected from territorial constituencies with a minimum age requirement of 21 years. അതായത് ഈ ഒരു പ്രാദേശികമായിട്ടുള്ള ഈ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് പഞ്ചായത്ത് അംഗങ്ങളെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. അതായത് അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പഞ്ചായത്ത് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. കുറഞ്ഞത് 21 വയസ്സെന്ന് പറയുന്നത് ആവശ്യമാണ്. അതുപോലെ പഞ്ചായത്തുകളിലെ സീറ്റുകൾ എന്ന് പറയുന്നത് പട്ടികജാതി, പട്ടികവർഗം, അതുപോലെ വനിതകൾക്കായിട്ടൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സീറ്റൊക്കെ റിസർവ് ചെയ്തിട്ടുണ്ട്. 3/1 സീറ്റുകൾ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ SC STs വിഭാഗങ്ങൾക്കും അതുപോലെ സംവരണം ആവശ്യമുള്ള ആളുകൾക്കും ഒക്കെ തന്നെ അവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടാണ് സീറ്റുകൾ നൽകിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കൃഷി ആവട്ടെ, എഡ്യൂക്കേഷൻ ആവട്ടെ, ഹെൽത്ത് ആവട്ടെ, വെൽഫെയർ ആവട്ടെ തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലും ഉൾക്കൊള്ളുന്ന ഒന്നായിരുന്നു 11ാം ഷെഡ്യൂൾ അനുസരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സാമ്പത്തിക വികസനത്തിനും അതുപോലെ നമ്മുടെ സൊസൈറ്റിയുടെ എല്ലാ തരത്തിലുള്ള നീതിക്കും വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആർക്ക് അധികാരമുണ്ട്, പഞ്ചായത്തുകൾക്ക് അധികാരമുണ്ട് എന്നാണ് 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിൽ പറയുന്നത്. പിന്നെ നികുതി ആവട്ടെ, ടോൾ ആവട്ടെ, ഫീസ് ആവട്ടെ, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ചുമത്താനും ഗ്രാൻറ്റുകളുടെ രൂപത്തിൽ നിന്ന് ഒരുപാട് സംസ്ഥാന സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിക്കാനും പഞ്ചായത്തുകൾക്ക് അധികാരമുണ്ട്. അങ്ങനെ 73ാമത്തെ ഭേദഗതി എന്ന് പറയുന്നത് പ്രാബല്യത്തിൽ വന്ന ശേഷം രാജ്യത്തുടനീളം ആയിരക്കണക്കിന് പഞ്ചായത്തുകളാണ് സ്ഥാപിക്കപ്പെട്ടത്. എല്ലാ തലത്തിലും ദശലക്ഷക്കണക്കിന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് പ്രാതിനിധ്യം നൽകുന്നതും എന്താണ്, ഈ ഒരു കാര്യത്തിലൂടെയാണ്. അപ്പോൾ 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. 1992 ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇത് ആർട്ടിക്കിൾ 243 മുതൽ 243 O വരെയാണ് പറയുന്നത്. പഞ്ചായത്ത് ബോഡിയുടെ കാലാവധി 5 വർഷമാണെന്നും നിർബന്ധിത തിരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള അധികാരങ്ങളെ കുറിച്ചിട്ടും 3-tier സിസ്റ്റത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വോട്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, 21 വയസ്സായിരിക്കണം ഈ ഒരു തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള ഒരു കാര്യം എന്ന്, അംഗങ്ങളെ തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള ഒരു പ്രായപരിധി എന്ന് പറയുന്നത്. അതുപോലെ റിസർവേഷൻ സ്റ്റേറ്റ്സിനെ കുറിച്ചിട്ടും 1/3 ഭാഗം സ്ത്രീകൾക്ക് നീക്കി വെച്ചിരിക്കുന്നതിനെ കുറിച്ചിട്ടും ജനസംഖ്യാ അനുപാതത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ സീറ്റുകൾ നൽകുന്നതിനെ കുറിച്ചിട്ടും കൃഷിയും വിദ്യാഭ്യാസവും ആരോഗ്യവും ക്ഷേമം തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ തന്നെ 11th ഷെഡ്യൂൾ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, സാമ്പത്തിക വികസനത്തിനും അതുപോലെ അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ ഇവർക്ക് അധികാരമുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ടോട്ടലായിട്ട് ഇതാണ് 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആണ്. 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് 1992 ആണ്. The 74th Constitutional Amendment Act 1992 introduced a new Part 9A in the Indian Constitution consisting of 18 articles. അതായത് ആർട്ടിക്കിൾ 243 P മുതൽ 243 ZG വരെയാണ്. And added to 12th schedule
which details the power and responsibilities of municipalities. Here is a summary. So നമുക്കറിയാം, നമ്മൾ 73rd പറഞ്ഞ സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു 74th എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റികളുടെ കാര്യമെന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് 74th എന്നുള്ളത്. അപ്പോൾ 1992 ഇത് 74ാമത് ഭരണഘടനാ ഭേദഗതി നിയമം എന്ന് പറയുന്നത് 18 ഷെഡ്യൂളുകളും അതുപോലെ ഇത്ര ആർട്ടിക്കിളുകളൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് മുനിസിപ്പാലിറ്റികളുടെ അധികാരവും ഉത്തരവാദിത്തത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആർട്ടിക്കിൾ 243Q എന്ന് പറയുന്നത് നഗരപ്രദേശങ്ങൾക്കായിട്ട് 3 തരം മുനിസിപ്പാലിറ്റീസ് സ്ഥാപിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നഗർ പഞ്ചായത്ത് ഫോർ ട്രാൻസിഷണൽ ഏരിയാസ്, അതായത് ട്രാൻസിഷണൽ ഏരിയാസിന് വേണ്ടിയിട്ട് നഗരപഞ്ചായത്തും അതുപോലെ മുനിസിപ്പൽ കൗൺസിൽ ഫോർ സ്മോളർ അർബൻ ഏരിയാസ്, അപ്പോൾ ചെറിയ നഗരപ്രദേശങ്ങൾക്ക് വേണ്ടിയിട്ട് മുനിസിപ്പൽ കൗൺസിൽ അല്ലെങ്കിൽ മുനിസിപ്പൽ അർബൻ ഏരിയാസിന് വേണ്ടിയിട്ടുള്ളത്. ഇനി മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ലാർജർ അർബൻ ഏരിയാസിന് വേണ്ടിയിട്ട്. അങ്ങനെ 3 തരത്തിലുള്ള മുനിസിപ്പാലിറ്റികൾ സ്ഥാപിക്കുന്നത് ഇതിലൂടെയാണ്. അതായത് മുനിസിപ്പാലിറ്റീസും അതിൻ്റെ ചെറിയ ചെറിയ ടൈപ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തത് ഈ ഒരു 74ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇതിൽ പിന്നെ പറയുന്നത് 3 ലക്ഷമോ അതിൽ കൂടുതലോ ജനസംഖ്യയുള്ള മുനിസിപ്പാലിറ്റികളുടെ വാർഡ് കമ്മിറ്റികൾ എന്ന് പറയുന്നത് രൂപീകരിക്കുന്നുണ്ട്. അതാണ് ആർട്ടിക്കിൾ 243S പറയുന്നത്. അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും മുനിസിപ്പാലിറ്റികളിൽ സീറ്റുകൾ സംവരണം ചെയ്യുന്നുണ്ട്. അത് ആർട്ടിക്കിൾ 243T പറയുന്നത്. അതുപോലെ മുനിസിപ്പാലിറ്റികളുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമായിട്ടും പറയുന്നുണ്ട്. അത് ആർട്ടിക്കിൾ 243U. പിന്നെ 12ാമത്തെ ഷെഡ്യൂളിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പട്ടികയിൽ പെടുത്തിയിരിക്കുന്ന പോലുള്ള ഒരുപാട് തരത്തിലുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിനും സാമൂഹ്യപരമായിട്ടുള്ള വെൽഫെയറിനും ഒക്കെ തന്നെ ആസൂത്രണം നൽകാൻ, പ്ലാനിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 243W പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഒരു മുനിസിപ്പാലിറ്റികൾക്ക് അധികാരം നൽകുന്നതിനെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. പിന്നെ പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിൻ്റെയും ഹെൽത്ത് കെയറും ശുചിത്വം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു 243T 243U ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. അതായത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മുനിസിപ്പാലിറ്റീസ് ആയിട്ട് പറഞ്ഞതും അതിൻ്റെ അധികാരങ്ങളാണ് ഇതിനകത്ത് പറയണമെന്നും, അതുപോലെ നഗരപഞ്ചായത്തും അതുപോലെ മുനിസിപ്പൽ കൗൺസിലും മുനിസിപ്പൽ കോർപ്പറേഷൻ വന്നിട്ടുള്ള കാര്യവും 3 ലക്ഷമോ അതിൽ കൂടുതൽ ജനസംഖ്യയുള്ള മുനിസിപ്പാലിറ്റികൾക്ക് വാർഡ് കമ്മിറ്റികൾ ഉണ്ടാണെന്നും, അതുപോലെ റിസർവേഷൻ SC/STs അതുപോലെ വിമൻസിനൊക്കെ തന്നെ സീറ്റുകൾ സംവരണം ചെയ്യണമെന്നും, അതുപോലെ മുനിസിപ്പാലിറ്റികളുടെ കാലാവധി 5 വർഷമാണെന്നും ജസ്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ആഡ് ചെയ്യാം. ഇനി ഈ ഒരു മുനിസിപ്പാലിറ്റികൾക്ക് നികുതി ചുമത്താനും അതുപോലെ സ്റ്റേറ്റിൻ്റെ സർക്കാരിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള സഹായം സ്വീകരിക്കാനും ഒക്കെ തന്നെ കഴിയും. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ പഞ്ചായത്ത് രാജ് പോലെ തന്നെയാണ് മുനിസിപ്പലിലും പറയുന്നത്. അങ്ങനെ 74ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ അർബൻ ഏരിയാസിലൊരു സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ലക്ഷ്യമിട്ടുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജില്ലയിലും മെട്രോപൊളിറ്റൻ തലങ്ങളിലൊക്കെ തന്നെ ഈ ഒരു പ്ലാനിംഗ് സമിതികളൊക്കെ തന്നെ സ്ഥാപിക്കുന്നത് ഇതിലൂടെയാണ്. അങ്ങനെ 73-74 ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്നിട്ട് ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും, അഡ്മിനിസ്ട്രേഷൻ ആവട്ടെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള പഞ്ചായത്ത് രാജ് സിസ്റ്റംസ് ഉപയോഗിക്കുകയാണ്. അങ്ങനെ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നതിനാവശ്യമായിട്ടുള്ള ഭേദഗതികൾ കൊണ്ടുവരികയും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഒക്കെ തന്നെ തിരഞ്ഞെടുപ്പും പ്രവർത്തനവും ഒക്കെ തന്നെ അതിലൊക്കെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് സജീവമായിട്ട് പങ്കെടുക്കണം. നമുക്കറിയാം, ഇപ്പോൾ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്തോരം പണിവിട്ടിട്ടാണ് ഇതിനകത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് വരുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടീസ് അതിലൊക്കെ തന്നെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നു. അങ്ങനെ ഒരുപാട് തരത്തിൽ നമ്മുടെ മുകളിൽ നിന്ന് താഴേ തട്ടിലേക്കുള്ള ഒരു അധികാരത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അധികാര വികേന്ദ്രീകരണമാണ് ഈ ഒരു പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഈ 73rd 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കേരളത്തിലുള്ള പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സവിശേഷതകൾ എന്താണ് എന്നുള്ളതാണ്. സോ കമ്പാരിറ്റീവ്ലി ലാർജർ പോപ്പുലേഷൻ ആൻഡ് ഇൻകം, അതായത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് വലിയ ഒരു ജനസംഖ്യയും ഉയർന്ന വരുമാനമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേഷനായിട്ടുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടി ഒരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ലാഭകരമായിട്ടുള്ള യൂണിറ്റുകളായിട്ട് മാറുന്നു എന്നുള്ളതാണ് കേരളത്തിലെ പഞ്ചായത്തുകളുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത്.
യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് സവിശേഷമായിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഉയർന്ന നിലവാരമുള്ള ഗ്രാമപ്രദേശങ്ങളാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. ഒരുപാട് തരത്തിലുള്ള സാക്ഷരതയും അതുപോലെ രാഷ്ട്രീയ ബോധമുള്ള ജനസംഖ്യയാണ് നമ്മുടെ കേരളത്തിൻ്റേത്. അതുകൊണ്ട് തന്നെ ഈ ഒരു താഴ്ന്ന നിലവാരത്തിലുള്ള ഗ്രാമീണ നഗര വിഭജനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മറ്റ് വിഭാഗങ്ങളിലെ പഞ്ചായത്തുകളിൽ നിന്ന് നമ്മളെ വേർതിരിച്ചു നിർത്തുന്നതാണ്. അതായത് നല്ല സാക്ഷരതയും രാഷ്ട്രീയ ബോധമുള്ള നിലവാരമുള്ള ആളുകൾ ഉണ്ടാവുന്ന ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് കുറച്ചുകൂടി എഫക്റ്റീവ് ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതാണ് സവിശേഷത എന്നുള്ള രീതിയിൽ പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ആൻഡ് പ്രോഗ്രസിനെ കുറിച്ചിട്ടാണ്. അതായത് ഈ ഒരു ഉയർന്ന സാക്ഷരതയും അതുപോലെ രാഷ്ട്രീയ അവബോധവും ഒക്കെ തന്നെ എന്ന് പറയുന്നത് നേതൃത്വ മനോഭാവം, അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റീനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇപ്പം നല്ല ഒരു വിദ്യാഭ്യാസം ലഭിക്കുകയും കുടുംബാസൂത്രണമാവട്ടെ, അല്ലെങ്കിൽ പൊതുജനാരോഗ്യം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഗ്രാമീണ ഭവന നിർമ്മാണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഗണ്യമായിട്ടുള്ളൊരു പുരോഗതി കൈവരിക്കാൻ വേണ്ടിയിട്ട് ഇതിലൂടെ കഴിയുന്നുണ്ട് കേരളത്തിലെ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒരുപാട് തരത്തിലുള്ള കമ്മ്യൂണിറ്റി സൗകര്യങ്ങൾ നൽകുന്നതിൽ മുന്നിലാണ് നമ്മുടെ കേരളത്തിലെ പഞ്ചായത്തുകൾ എന്ന് പറയുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആണ്. സോ കേരള പഞ്ചായത്ത് ഹാവ് ബിൽറ്റ് ദെയർ ഓൺ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് കോൺട്രിബ്യൂട്ടിംഗ് ടു ലോക്കൽ ഗ്രോത്ത് ആൻഡ് പ്രോസ്പെരിറ്റി. നമുക്കറിയാം പ്രാദേശികമായിട്ടുള്ളൊരു വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാത്തിനും സംഭാവന നൽകാൻ വേണ്ടിയിട്ട് കേരള പഞ്ചായത്തുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സാമ്പത്തികമായിട്ടുള്ളൊരു വികസനത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ നിർമ്മിച്ചു കൊടുക്കാനും എല്ലാ തരത്തിലെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ പഞ്ചായത്തുകൾക്ക് സാധ്യമാവുന്നുണ്ട്. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ത്രീ ടയർ സ്ട്രക്ചർ ആബ്സെൻസ് ആണ്. അതായത് ത്രിതല ഘടനയുടെ ഒരു അഭാവം എന്ന് പറയുന്നു. ഇപ്പോൾ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി പറഞ്ഞതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തി രാജ് ഘടന കേരളം സ്വീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ പകരം സവിശേഷമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രാദേശിക സന്ദർഭവും അല്ലെങ്കിൽ ആവശ്യങ്ങളും ഒക്കെ തന്നെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് വ്യത്യസ്തമായിട്ടാണ് കേരളത്തിലെ പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് കേരള വില്ലേജ് പഞ്ചായത്തിനെ കുറിച്ചിട്ടാണ്. അതായത് ടോട്ടലായിട്ടൊരു സ്ട്രക്ചറിനെ കുറിച്ചിട്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പോപ്പുലേഷൻ റേഞ്ചിനെ കുറിച്ചിട്ട്, അതായത് ആ ഒരു ഭരണഘടനയും ജനസംഖ്യാ പരിധിയെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കേരള വില്ലേജ് പഞ്ചായത്തിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ പഞ്ചായത്ത്സ് ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ വൺ ഓർ മോർ റവന്യൂ വില്ലേജസ്, അതായത് ഒന്നോ അതിലധികമോ ഉള്ള റവന്യൂ വില്ലേജുകൾക്ക് വേണ്ടിയിട്ടാണ് പഞ്ചായത്തുകൾ രൂപീകരിക്കുന്നത്. നോർമൽ പോപ്പുലേഷൻ റേഞ്ചസ് ബിറ്റ്വീൻ 8,000 to 45,000. അപ്പോൾ 8,000 മുതൽ 45,000 വരെയാണ് ആ ഒരു സ്ഥലത്തുള്ള ജനസംഖ്യ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷൻ ആൻഡ് ഇലക്ഷൻസിനെ കുറിച്ചിട്ടാണ്. അതായത് പ്രാതിനിധ്യത്തെക്കുറിച്ചിട്ടും തിരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടും. അപ്പോൾ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ് പഞ്ചായത്തിലേക്ക് വരുന്നത് അല്ലേ, പലതരത്തിലുള്ള പ്രസിഡൻ്റായിട്ടും മെമ്പറായിട്ടും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഈ പ്രതിനിധികളെയൊക്കെ തന്നെ വാർഡ് തിരിച്ചിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ, നമ്മൾ ഇത്രാമത്തെ വാർഡാണ്, നമ്മൾ 5ാം വാർഡാണ്, 6ാം വാർഡാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ വാർഡ് തിരിച്ചിട്ടാണ് ഓരോ റെപ്രസെൻറ്റേറ്റീവ്സിനെയും തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 8 ആണ്. 10,000-ന് മുകളിലുള്ള ഓരോ അല്ലെങ്കിൽ ഒരു 4,500 ജനസംഖ്യയ്ക്ക് ഒരാൾ വീതമാണ് അവിടെ കൊടുക്കുക. അതായത് 10,000-ന് മുകളിലേക്ക് വരുമ്പോൾ 4,500 ജനസംഖ്യ കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരാൾ എക്സ്ട്രാ കൂടും. അങ്ങനെ പരമാവധി 15 അംഗങ്ങൾ വരെയാണ് ഉണ്ടാവുക. പിന്നെ 18 വയസ്സ് പ്രായമുള്ള, അതായത് 18 വയസ്സിലാണ് വോട്ടവകാശത്തിലൂടെയാണ് ഈ അംഗങ്ങളെയൊക്കെ തന്നെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. അതുപോലെ പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻറ്റിനെയും ഒക്കെ തന്നെ ഇതിലൂടെയാണ് അവർ എലക്ട് ചെയ്യപ്പെടുന്നത്. പിന്നെ പ്രസിഡന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ആനുവലായിട്ടും അതുപോലെ തന്നെ ഹാഫ് ഇയർലി അല്ലെങ്കിൽ അർദ്ധവാർഷിക റിപ്പോർട്ടുകളൊക്കെ തന്നെ പഞ്ചായത്തിലെ ഡയറക്ടർക്കും ഡെപ്യൂട്ടി ഡയറക്ടർക്കും ഒക്കെ തന്നെ അയക്കേണ്ടതാണ്. പിന്നെ ഇതിനകത്തും ഉണ്ട് കേട്ടോ റിസർവേഷൻ കാര്യങ്ങളും. റിസർവേഷൻ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗം അതുപോലെ വനിതകൾക്കൊക്കെ തന്നെ സീറ്റുകൾ സംവരണം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് ഓൾറെഡി, അതായത് ഓരോ SC ST-കാരുടെയൊക്കെ തന്നെ ജനസംഖ്യയുടെ റിലേറ്റ് ചെയ്തിട്ടാണ് റെപ്രസെൻറ്റേഷൻ വരുന്നത്. അതായത് ജനസംഖ്യയുടെ 5% കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട്. മുമ്പൊക്കെ തന്നെ ഒരു സീറ്റാണ് സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഒറ്റ സീറ്റാണ് ഒരു വനിതയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വാർഡിലെ വനിതാ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് റിസർവേഷൻ കൊടുക്കുന്നത്. ഫിനാൻഷ്യൽ സ്ട്രക്ചറെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ
വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തുകളെ 4 ഗ്രേഡുകളായിട്ടൊക്കെ തന്നെ തിരിക്കുന്നുണ്ട്. സോ ക്ലാസിഫിക്കേഷൻ ഹെൽപ്സ് ഇൻ ട്രാൻസ്ഫറിങ് അഡീഷണൽ ഫങ്ഷൻസ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഗ്രാൻഡ്സ്. അപ്പോൾ നമ്മുടെ അധികമായിട്ടുണ്ടാവുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ഈ ഒരു ഗ്രാൻറ്റുകളൊക്കെ തന്നെ കൈമാറ്റം ചെയ്യുന്നതിനും ഈ ഒരു സ്റ്റാൻഡർഡൈസേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ സഹായിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇതിലുള്ള പ്രധാന വരുമാന സ്രോതസ്സുകൾ പറയുന്നത് നികുതിയും ഫീസും സർക്കാർ ഗ്രാൻറ്റുകളൊക്കെ തന്നെയാണ്. പിന്നെ കെട്ടിട നികുതി, തൊഴിൽ നികുതി, വാഹന നികുതി, ഇതൊക്കെ നമുക്ക് ലാൻഡ് സെസ്സിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഇതിനകത്ത് പെടുന്ന നികുതികളാണ്. പിന്നെ പഞ്ചായത്തുകൾക്ക് തന്നെ ഒരു 15 ടൈപ്സ് ഓഫ് ഫീസുകളുണ്ട്. അതൊക്കെ ഈടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റേറ്റിൻ്റെ സർക്കാരുകളിൽ നിന്ന് ഗ്രാൻഡ് എയ്ഡും അതുപോലെ ലോങ് ടേമിലേക്ക് കിട്ടുന്ന ലോണുകളും ഒക്കെ തന്നെ പഞ്ചായത്തുകൾക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നല്ല പഞ്ചായത്തിനൊക്കെ അവാർഡൊക്കെ കൊടുക്കാറുണ്ട്. ചില പഞ്ചായത്തുകളുടെ പ്രവർത്തനം കാരണം അവരെല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പഞ്ചായത്തിൻ്റെ അല്ല, ടോട്ടലായിട്ട് അവർക്ക് അവാർഡ് ലഭിക്കാറുണ്ട്. ഇന്ന ബെസ്റ്റ് പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഇനി ഡിസ്കസ് ചെയ്യുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഡീസെൻട്രലൈസേഷൻ അറ്റ് പഞ്ചായത്ത് ലെവലിനെ കുറിച്ചിട്ടാണ്. അതായത് പഞ്ചായത്ത് ലെവലിലേക്ക് ഒരു ഡീസെൻട്രലൈസേഷൻ, വികേന്ദ്രീകരണം, പവേഴ്സൊക്കെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏതൊക്കെ തരത്തിലാണ്, അതെങ്ങനെയാണ് തുടക്കമിട്ടത്, അതിനെ കുറിച്ചിട്ടൊക്കെയാണ്. അങ്ങനെ ഇന്ത്യയിൽ നമ്മൾ ഈ പറയുന്ന ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് തുടക്കമിട്ടത് കേരളത്തിൽ നിന്നാണ്. അത് മറക്കരുത് കേട്ടോ. കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യാണ്, കേരളത്തിൻ്റെ എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഈ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഒരു കാര്യത്തിൽ വലിയ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ 1956 നമ്മൾ എന്ത് ചെയ്തു, ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഒരു സർക്കാരോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാണ് ഈ ഒരു ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആരംഭിച്ചത്. അപ്പോൾ നമ്മുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നു, അതായത് LDF സർക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവരാണ് ഈ ഒരു തരത്തിലുള്ള ഡീസെൻട്രലൈസേഷൻ്റെ പദ്ധതികൾക്ക് കേരളത്തിൽ തുടക്കമിട്ടത്. പിന്നെ നമ്മുടെ ടോട്ടലായിട്ടൊരു ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ആധിപത്യം, അതായത് നമുക്ക് ബ്യൂറോക്രസി എന്താണ് ബ്യൂറോക്രസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഫീസേഴ്സിനെയാണ് പറയുക അല്ലേ. അപ്പോൾ എപ്പോഴും ഓഫീസേഴ്സാണ് നമ്മൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ബ്യൂറോക്രാറ്റിക്കിൻ്റെ ഒരു ആധിപത്യം, അതായത് അവർ നമ്മളിങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ളൊരു കാര്യം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ലോ മേക്കിംഗ് ആണ് ഉണ്ടായിരുന്നത്, ബ്യൂറോക്രാറ്റിക് ആധിപത്യം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്രാമതലങ്ങളിൽ ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള യൂണിറ്റുകളൊക്കെ തന്നെ നിലവിലുണ്ടായിരുന്നു. പിന്നെ ഗാന്ധിയൻ ആദർശങ്ങളും അതുപോലെ EMSൻ്റെ അതായത് നിങ്ങൾക്കറിയാം EMS മുദ്രപ്പാടിൻ്റെ ഒരുപാട് തരത്തിലുള്ള ആശയങ്ങളെ കുറിച്ചിട്ടൊക്കെ തന്നെ. അപ്പോൾ അവരുടെയൊക്കെ തന്നെ സ്വാധീനത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ പലതരത്തിലുള്ള പരിഷ്കരണ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെ ജനാധിപത്യ രാഷ്ട്രീയം തുടങ്ങിയിട്ടുള്ള പിന്നെ പരിസ്ഥിതിക ഘടകങ്ങളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ പിന്തുണച്ചു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ 1956 നമ്മൾ ഫസ്റ്റ് ഗവൺമെൻറ് വന്ന ശേഷം തന്നെ ഡീസെൻട്രലൈസേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ LDF സർക്കാരും നമ്മുടെ EMS നമ്പൂതിരിപ്പാടൊക്കെ കൂടി ജോയിൻ ചെയ്ത് പിന്നെ ഈ കേരളം നല്ല രീതിയിൽ ബിൽഡായി വന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഡീസെൻട്രലൈസേഷൻ നടന്നത്. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. കേരള പഞ്ചായത്ത് ആക്ട് 1960 എന്ന് പറയുന്നത്. ശ്രീ പട്ടം എ താണു പിള്ളയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മുടെ മലബാറും ട്രാവൻകൂറും കൊച്ചിൻ ഏരിയാസിലുള്ള എല്ലാ തരത്തിലുള്ള നിയമങ്ങളും സംയോജിപ്പിക്കുക എന്നുള്ളതായിരുന്നു കേരള പഞ്ചായത്ത് ആക്ട് പ്രകാരം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1960 കാലഘട്ടമാണ്. നമുക്കറിയാം എന്താണ്, നമുക്ക് ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടി, നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വന്ന് ഫസ്റ്റത്തെ ഒരു തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം പറയുകയാണ് നമ്മുടെ മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങളിലുള്ള നിയമങ്ങളൊക്കെ തന്നെ കൂടി ഒരുമിച്ച് ചേർക്കണമെന്നും ഗേവ് മോർ ഡ്യൂട്ടീസ് ആൻഡ് മണി ടു ലോക്കൽ ബോഡീസ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, അതായത് ലോക്കൽ ബോഡീസിന് ഈ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ചുമതലകളും പണവും നൽകണമെന്നും അതുപോലെ തന്നെ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി ഇല്ലേ, ആ മെഹ്ത്ത കമ്മിറ്റിയിലുണ്ടായിരുന്ന ആ സംഘത്തിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മൾ പിന്തുടരണമെന്നും പഞ്ചായത്തുകളെ ഗ്രാമതലത്തിലുണ്ടാവുന്ന രാഷ്ട്രീയ ഗ്രൂപ്പുകളായിട്ടൊക്കെ കാണണമെന്നും അതുപോലെ പഞ്ചായത്തുകൾക്ക് വികസനത്തിന് വേണ്ടിയിട്ട് നിരവധി ചുമതലകൾ നൽകണമെന്നും സർക്കാർ ജീവനക്കാരെ പഞ്ചായത്തിൻ്റെയും നിയന്ത്രണത്തിലാക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഞ്ചായത്തുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട നിരവധി ജോലികളൊക്കെ തന്നെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതും അതുപോലെ ഭൂനികുതി ശേഖരിക്കൽ,
പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി പ്രൊജക്റ്റുകളിലൊക്കെ തന്നെ സഹായിക്കുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എവിടേക്ക് കൊണ്ടുവന്നു, പഞ്ചായത്തിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ഈ SC/STs വിമൻസിനൊക്കെ തന്നെ സീറ്റുകൾ നീക്കിവെക്കൽ, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെ മേൽ പഞ്ചായത്ത് പ്രസിഡന്റിന് അധികാരം നൽകുക. അങ്ങനെ 1962 ജനുവരി 1963 തിരഞ്ഞെടുപ്പോട് കൂടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആരംഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും. കേരള പഞ്ചായത്ത് ആക്ടിൽ ശ്രീ പട്ടമേ താണുപിള്ളയാണ് മുഖ്യമന്ത്രിയായിട്ടിരുന്നത്. അപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ തന്നെ മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങളെ സംയോജിപ്പിക്കുകയും നമ്മുടെ ലോക്കൽ ബോഡീസിന് കുറച്ചുകൂടി ചുമതലകളും പണവും നൽകണമെന്നും അതുപോലെ പഞ്ചായത്തുകളെ രാഷ്ട്രീയ ഗ്രൂപ്പുകളായിട്ട് കാണണമെന്നും, അതായത് ഗ്രാമതലത്തിലെ രാഷ്ട്രീയ ഗ്രൂപ്പുകളായി കാണണമെന്നും, വികസനത്തിന് നിരവധി ചുമതലകൾ നൽകണമെന്നും, സർക്കാർ ജീവനക്കാരെ പഞ്ചായത്തിന് നിയന്ത്രണത്തിലാക്കണമെന്നും, പിന്നെ പഞ്ചായത്തുകൾക്ക് വേണ്ട നിരവധി ജോലികൾ ലിസ്റ്റ് ചെയ്യണം, ഭൂനികുതി അങ്ങനത്തെ കാര്യങ്ങൾ, കമ്മ്യൂണിറ്റി പ്രോജക്റ്റുകളിലൊക്കെ തന്നെ ഏർപ്പെടുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പഞ്ചായത്തുകളിൽ അനുവദിക്കണമെന്നും, പിന്നെ സീറ്റുകൾ സംവരണം ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലുകളൊക്കെ ഉണ്ടായിട്ടും പഞ്ചായത്തിൻ്റെ പ്രവർത്തനം ബ്യൂറോക്രാറ്റിക് ആയിട്ടായിരുന്നു ആ സമയത്തും തുടർന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞു ബ്യൂറോക്രസി എന്ന് പറയുന്ന കാര്യം പഞ്ചായത്ത് ലെവൽ അവസാനിപ്പിക്കണമെന്ന്. പക്ഷേ എന്നിരുന്നാൽ കൂടി ആ ഒരു സമയത്ത് എന്താണ്, തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലുകൾ ഉണ്ടായിരുന്നിട്ടും ബ്യൂറോക്രാറ്റിക് ആയിട്ട് തുടർന്നു. അതുകൊണ്ട് തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിന് ധാരാളം അധികാരമുണ്ടായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലുകൾക്ക് വലിയ രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പഞ്ചായത്ത് ജീവനക്കാരെന്ന് പറയുന്നവരിങ്ങനെ പയ്യെ വന്നിട്ടുള്ളൂ. അവർക്ക് പരിശീലനമൊന്നും നൽകാത്തത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ബ്യൂറോക്രാറ്റിക് സംവിധാനം തന്നെയാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞു ഈ ഒരു സാധനം നിർത്തലാക്കണമെന്ന്, കുറച്ചുകൂടി ജനാധിപത്യ രീതിയിലേക്ക് ആക്കണമെന്ന്. പക്ഷെ എന്നിരുന്നാൽ കൂടി എന്താണ്, ജീവനക്കാരെ കൊണ്ടുവന്നിട്ട്, അതായത് തിരഞ്ഞെടുപ്പിലൂടെ ജീവനക്കാരെ കൊണ്ടുവന്നിട്ട് പോലും എന്താണ്, കൃത്യമായിട്ട് പഞ്ചായത്തിൻ്റെ കാര്യങ്ങളൊന്നും നടന്നു പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ബ്യൂറോക്രാറ്റിക് സംവിധാനത്തിലേക്ക് തന്നെയാണ് ആ ഒരു കാര്യങ്ങൾ നയിച്ചത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കേരള പഞ്ചായത്ത് ആക്ട് 1960 ഓർത്തിരിക്കുക. ജസ്റ്റ് ഇത്തരം കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇനി കേരള പഞ്ചായത്ത് ആക്ട് 1994 നമ്മൾ പോകുന്നത്. 1994 മാർച്ചിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കേരള പഞ്ചായത്ത് ആക്ട് 1994 അവതരിപ്പിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കുന്നത്. ഈ ഒരു കാര്യം പാസ്സാക്കുന്നതിന് മുൻപ് പലതരത്തിലുള്ള വിമർശനങ്ങൾ നമുക്ക് കേരള പഞ്ചായത്ത് ആക്ടിൻ്റെ മുകളിൽ നേരിടേണ്ടി വന്നു. പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതിൽ ഗ്രാമസഭയുണ്ട്, ഗ്രാമപഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പ്രധാന സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമസഭയാണ്. ഇവിടെയാണ് ബഡ്ജറ്റുകൾ, പദ്ധതികൾ ഇതൊക്കെ തന്നെ അംഗീകരിക്കുകയും പഞ്ചായത്ത് അംഗങ്ങളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നതും വ്യക്തത നേടുന്നതും ഒക്കെ തന്നെ ഈ ഒരു ഗ്രാമസഭയിലൂടെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഗ്രാമസഭ നടക്കാറുണ്ട്. പലതരത്തിലുള്ള പോളിസീസിനെ കുറിച്ചിട്ടും കാര്യങ്ങളെക്കുറിച്ചിട്ടും ബഡ്ജറ്റിനെ കുറിച്ചിട്ടും പ്ലാൻസിനെ കുറിച്ചിട്ടും ഒക്കെ തന്നെ സീക്സ് ക്ലാരിഫിക്കേഷൻ ഫ്രം പഞ്ചായത്ത് മെമ്പേഴ്സിൽ നിന്ന് ക്ലാരിഫിക്കേഷൻ ലഭിക്കുന്നത് ഗ്രൂമസഭയിലൂടെയാണ്. ഗ്രാമപഞ്ചായത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 8 മുതൽ 15 വരെ അംഗങ്ങളുള്ള ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രാമങ്ങൾക്കോ ഗ്രൂപ്പുകൾക്കോ വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒന്നാണ് ഗ്രാമപഞ്ചായത്ത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ അമ്മ പറയും പഞ്ചായത്തിൽ പോവാണ്, ഇന്ന കാര്യം ശരിയാക്കാൻ വേണ്ടി പോവാണ്, അല്ലെങ്കിൽ വില്ലേജിൽ പോവാണ്, ഇന്ന സാധനം റെഡിയാക്കാൻ വേണ്ടി പോവാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള 8 മുതൽ 15 വരെയുള്ള അംഗങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. ഇത് ആരാണ് തിരഞ്ഞെടുക്കുന്നത്? ജനങ്ങൾ തന്നെയാണ് നേരിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് പഞ്ചായത്തിനെ കുറിച്ചിട്ടാണ്. ഈ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് ബ്ലോക്ക് തലത്തിൽ 8 മുതൽ 15 വരെയുള്ള അംഗങ്ങൾ കൊണ്ടാണ് രൂപീകരിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എന്ന് പറയുന്നത് ജില്ലാ തലത്തിൽ നമുക്ക് എന്തുണ്ട്, 15 മുതൽ 25 വരെയുള്ള അംഗങ്ങൾ രൂപീകരിച്ചിരിക്കുന്ന ഒന്നാണ് ജില്ലാ പഞ്ചായത്ത്. അവിടെ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ഓരോ പഞ്ചായത്തിനും വേണ്ടിയിട്ട് സർക്കാർ നിയമിക്കുന്ന ഒരു സെക്രട്ടറിയും അവിടെ ഉണ്ടാവും. പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ഫോർ ടാക്സ് ഫിക്സിംഗ്, അക്കൗണ്ട് ചെക്കിംഗ് ആൻഡ് പ്ലാനിംഗ് ആക്ടിവിറ്റീസ്. നികുതി നിർണ്ണയിക്കുക, അക്കൗണ്ടുകൾ പരിശോധിക്കുക, പ്ലാനിംഗ് പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ഒന്നാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് അക്കൗണ്ടുകൾക്ക് പ്രത്യേകമായിട്ട്, അതായത് ടോട്ടലായിട്ട് ആ അക്കൗണ്ടുകളെയൊക്കെ തന്നെ പരിപാലിക്കുകയും അതുപോലെ സർക്കാർ ഓഡിറ്റേഴ്സ് ഓഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് അവിടുത്തെ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ കുടുംബശ്രീയിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ഓഡിറ്റിങ്ങിന് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങളുടെ വീട്ടിലൊക്കെ അമ്മമാരുണ്ടെന്നുണ്ടെങ്കിൽ ഓഡിറ്റിങ്ങിന് പോകാമെന്ന് പറയും. അതായത് അവരുടെ കണക്ക് കാര്യങ്ങളൊക്കെ തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകാമെന്ന്.
പിന്നെ ധനകാര്യത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള വാർഷിക പദ്ധതികളും ബഡ്ജറ്റിൻ്റെ പലതരത്തിലുള്ള വിഹിതവും ഒക്കെ തന്നെ പഞ്ചായത്തുകൾക്ക് കൈമാറുകയും ചെയ്യുന്നു. പിന്നെ ഈ MPs MLAsമാരുടെയൊക്കെ തന്നെ പങ്കുകളുണ്ട് കേട്ടോ. അതായത് ഓരോ പഞ്ചായത്ത് ബോഡികളിലും MP മാരുടെയും MLAമാരുടെയും പ്രാതിനിധ്യത്തിലുള്ള ഒരു വ്യവസ്ഥ കൂടിയുണ്ട്. പിന്നെ അലവൻസ് ഉണ്ട്. അതായത് ക്ലാസ് 1 സർക്കാർ ജീവനക്കാർക്ക് സമാനമായിട്ടുള്ള അലവൻസുകൾക്ക് അർഹതയുള്ള പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ഉണ്ടാവും. അതായത് അലവൻസ് കൊടുക്കാമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതപ്പോൾ നിങ്ങൾ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ്, അക്കൗണ്ട്സ്, ധനകാര്യം വരെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കണം കേട്ടോ. ഇനി അടുത്തത് കേരള പഞ്ചായത്ത് അമെൻമെൻറ്റ് ആക്ട് 1999 ആണ്. ഇവിടെയാണ് ഒരുപാട് തരത്തിലുള്ള അമെൻമെൻറ്റ്സുകൾ, അതായത് ഭേദഗതികൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പഞ്ചായത്ത് ആക്റ്റിൽ നമ്മൾ ഇത്രയും കേരള പഞ്ചായത്ത് ആക്ട് 2 പറഞ്ഞു. അപ്പോൾ അതിലുണ്ടാവുന്ന കുറച്ച് വ്യത്യാസങ്ങൾ, കുറച്ച് ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒന്നാണ് 1999 സംഭവം. അപ്പോൾ ഇതിനകത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമസഭ മീറ്റിങ്സിനെ കുറിച്ചിട്ടാണ്. ഇതിൽ നമുക്ക് ബ്ലോക്ക് തലത്തിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നൊക്കെ തന്നെ പ്രതിനിധികളെയൊക്കെ തന്നെ ക്ഷണിച്ച് കുറഞ്ഞത് 3 മാസത്തിലൊരിക്കലാണ് ഈ ഒരു ഗ്രാമസഭാ യോഗങ്ങൾ നടത്തുക. അതായത് അവരുടെ അധികാരങ്ങൾ, പ്രവർത്തനങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ, റൈറ്റ്സുകൾ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ തന്നെ ഈ ഒരു കാര്യത്തിൽ പറയുന്നുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് എന്ന് പറയുന്നത് ഈ വില്ലേജ്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലെ അംഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ റോളുകൾ, കാര്യങ്ങളൊക്കെ തന്നെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ, എല്ലാ തരത്തിലും പ്ലാനിങ്ങുകളിലൊക്കെ തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റീസിലൊക്കെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റീസിനെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് റെസൊല്യൂഷൻ ക്യാൻസലേഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ തർക്ക പരിഹാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ തർക്ക പരിഹാരങ്ങളുടെയൊക്കെ തന്നെ ഈ ഒരു ക്യാൻസലേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് വില്ലേജ് പഞ്ചായത്ത് റെസൊല്യൂഷൻസും അതുപോലെ തന്നെ ഔട്ട്ലൈനിങ് ദ റോൾ ഓഫ് ഓംബുഡ്സ്മാൻ ആൻഡ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ ടു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻസ്. അപ്പോൾ ഓംബുഡ്സ്മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു സ്റ്റേറ്റ് ഒഫീഷ്യലാണ്. സ്റ്റേറ്റ് ഒഫീഷ്യൽ അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ്റിൻ്റെ ആക്ടിവിറ്റീസ്, അതുപോലെ സിറ്റിസൺസിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ തന്നെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ, ഇതിലൊക്കെ തന്നെ ഇൻവെസ്റ്റിഗേഷൻസും അതുപോലെ തന്നെ ഇപ്പോൾ കംപ്ലയിൻറ്റ്സ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലിൽ ഇൻവെസ്റ്റിഗേഷനും, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണോ അല്ലെങ്കിൽ സിറ്റിസൺ എഗെയിൻസ്റ്റ് ആയിട്ട് ഇതൊക്കെ നടക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഒഫീഷ്യലാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഒഫീഷ്യൽ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഓംബുഡ്സ്മാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓംബുഡ്സ്മാൻ്റെയും അതുപോലെ അപ്പലേറ്റ് ട്രൈബ്യൂണൽസിൻ്റെയും ഒക്കെ തന്നെ പങ്ക് എന്ന് പറയുന്നത് ഈ ഒരു തർക്ക പരിഹാരത്തിൽ വിശദീകരിക്കുക. പിന്നെ ഇവരുടെയൊക്കെ തന്നെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുകൾ നിയന്ത്രിക്കുക. പിന്നെ ഗ്രാമപഞ്ചായത്ത് പ്രമേയങ്ങളൊക്കെ തന്നെ അത് ഏതൊക്കെ തരത്തിലാണ് റദ്ദാക്കപ്പെടുന്നത്, അതിൻ്റെ പ്രക്രിയയൊക്കെ തന്നെ കുറച്ചുകൂടി എഫക്റ്റീവാക്കി മാറ്റാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അവരിതിൽ ഉദ്ദേശിക്കുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് റൈറ്റ് ടു ഇൻഫർമേഷനാണ്, നമ്മുടെ വിവരാവകാശമാണ്. അതായത് ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് കുറച്ചുകൂടി മനഃപൂർവ്വം അവർ വിവരങ്ങളൊക്കെ തന്നെ നിഷേധിച്ച് പിഴയൊക്കെ ഈടാക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ പഞ്ചായത്തിൽ നിന്ന് പൗരന്മാരുടെ വിവരാവകാശമൊക്കെ തന്നെ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതിലൂടെ കൊടുക്കുന്നത്. നമുക്കറിയാം റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഓംബുഡ്സ്മാനെ കുറിച്ചിട്ടാണ്. അതായത് പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്വവും അതുപോലെ കുറച്ചുകൂടി സുതാര്യമായിട്ടുള്ള ഒരു സുതാര്യത എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ യോഗ്യത അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ, ചുമതലകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് ഇതിലൂടെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു അമെൻമെൻറ്റ് ആക്ട് 1999 ആട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ അപ്പലേറ്റ് ട്രൈബ്യൂണൽസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ലോക്കൽ ബോഡീസിന് വേണ്ടിയിട്ട് അപ്പലേറ്റ് ട്രൈബ്യൂണൽസൊക്കെ തന്നെ സ്ഥാപിച്ചു. അപ്പോൾ ഈ സ്ഥാപനങ്ങളുടെ പലതരത്തിലുള്ള പോളിസീസും പ്രവർത്തനങ്ങൾക്ക് എതിരായിട്ടുള്ള രീതിയിലുള്ള പരാതികളൊക്കെ തന്നെ തീർപ്പാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അപ്പലേറ്റ് ട്രൈബ്യൂണൽസിനെ ഉത്തരവാദിത്തപ്പെടുത്തുന്നത്. അപ്പോൾ അമെൻമെൻറ്റ് ആക്ടിലൂടെ ഇത്തരം കാര്യങ്ങളാണ് എന്ത് ചെയ്തത്, ഇതിനകത്തേക്ക് ആഡ് ചെയ്തത്. ഗ്രാമസഭാ യോഗങ്ങളെക്കുറിച്ചിട്ടും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളെക്കുറിച്ചിട്ടും ഈ ഒരു റൈറ്റ് ടു ഇൻഫർമേഷനും ഓംബുഡ്സ്മാനും അതുപോലെ അപ്പലേറ്റ് ട്രൈബ്യൂണലൊക്കെ തന്നെ ആഡ് ചെയ്തത് ഈ ഒരു അമെൻമെൻറ്റിലൂടെയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വാട്ട് ഈസ് പീപ്പിൾ പ്ലാനിംഗ് പ്രോഗ്രാം ഇൻ കേരളയെ കുറിച്ചിട്ടാണ്. പീപ്പിൾ പ്ലാനിംഗ് പ്രോഗ്രാം ഇൻ കേരള എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഇനീഷ്യേറ്റീവാണ്. പീപ്പിൾസ് പ്ലാനിംഗ് പ്രോഗ്രാം ഇൻ കേരള എന്ന് പറയുന്നത് ഇത് LDF ഗവൺമെൻറ് ആട്ടോ കൊണ്ടുവന്നത്. ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡീസെൻട്രലൈസേഷനാണ് എയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ലോക്കൽ ഗവൺമെൻറ്റ്സിനെ എംപവർ ചെയ്യുക, ഡിസിഷൻസൊക്കെ തന്നെ അവർ തന്നെ എടുക്കുക, ഡെവലപ്മെൻറ്റിന് പ്രയോറിറ്റി കൊടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് അവർ ഒബ്ജക്റ്റീവായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുക്കുക പീപ്പിളിൻ്റെ, അതുപോലെ ഡീസെൻട്രലൈസേഷന് കുറച്ചുകൂടി ഊന്നൽ നൽകുക എന്നൊക്കെയാണ്. ഇതൊരു ലീഗൽ ഫ്രെയിം വർക്കിനെ കുറിച്ചിട്ട്, അതായത് പീപ്പിൾസ് പ്ലാനിംഗ് പ്രോഗ്രാമിനെ കുറിച്ചിട്ടൊരു ലീഗൽ ഫ്രെയിം വർക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ
എസ്റ്റാബ്ലിഷ് ത്രൂ എ കേരള പഞ്ചായത്തി രാജ് ആക്ട് ആൻഡ് മുനിസിപ്പാലിറ്റി ആക്ട് 1994. അപ്പോൾ ഈ 1994 ഈ ഒരു കേരള പഞ്ചായത്തി രാജ് ആക്ടിലൂടെയും അതുപോലെ മുനിസിപ്പാലിറ്റി ആക്ട് എന്നിവയിലൂടെയൊക്കെ തന്നെയാണ് പീപ്പിൾസ് പ്ലാനിംഗ് പ്രോഗ്രാം ഇൻ കേരള എന്ന് പറയുന്നത് സ്ഥാപിതമാവുന്നത്. കുറച്ചുകൂടി നമ്മുടെ ലോക്കൽ ബോഡീസിനെയൊക്കെ തന്നെ ശാക്തീകരിക്കുകയും പ്ലാനിങ്ങിലൂടെ ഡെവലപ്മെൻറ്റിലേക്കും അതുപോലെ ജനങ്ങളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് 1994 ഉണ്ടായിരുന്നൊരു ഭേദഗതിയിലൂടെ പറയുന്നത്. ഇതിനകത്ത് റോൾ ഓഫ് ഗ്രാമസഭ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഈ ഒരു പ്രാദേശികമായിട്ടുള്ള രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്, അതായത് ഇന്ന പ്രദേശങ്ങളിലുള്ളൊരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഭരണത്തിൽ സാധാരണക്കാരുടെ നേരിട്ടുള്ള പങ്കാളിത്തം എന്നാണ്. അതായത് എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണം, ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് കൊണ്ടുവരേണ്ടത് എന്നൊക്കെ ആളുകൾ വിചാരിക്കണം. അപ്പോൾ അതിനകത്തൊക്കെ ആളുകൾക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റും. അതായത് ഇന്ന വികസനമാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്, ഇന്ന റോഡുകളാണ് ഇവിടെ ശരിയാക്കേണ്ടത്, ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകൾ വേണം, കുടുംബശ്രീ യൂണിറ്റുകൾ ഈ രീതിയിൽ വരണം, ഇതൊക്കെ ആളുകളുടെ ആവശ്യമാണ്. അങ്ങനെ സാധാരണക്കാരുടെ നേരിട്ടുള്ളൊരു പങ്കാളിത്തം ഉയർത്തിക്കാട്ടുകയും ഈ ഒരു ഗ്രാമസഭ എന്ന് പറയുന്നതിൽ പ്രധാന പങ്ക് കൊടുക്കുന്നുണ്ട്. ഡീസെൻട്രലൈസേഷൻ ലാൻഡ്മാർക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ അധികാരങ്ങൾ, പ്രവർത്തനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവിടെ ഉണ്ടാകുന്ന ഓഫീസേഴ്സ്, അങ്ങനെ ടോട്ടലായിട്ട് നമ്മുടെ ലോക്കൽ ബോഡീസിലുള്ള അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇതെല്ലാം കൈമാറുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാത്തിനും പ്രത്യേക ബഡ്ജറ്റുകൾ വേണം, രേഖകൾ വേണം. അതുപോലെ വാർഷിക പദ്ധതിയുടെ ഫണ്ടുകൾ എന്ന് പറയുന്നത് 35 മുതൽ 40% വരെ നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് ലോക്കൽ ഗവൺമെൻറ്റ്സിലേക്ക്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സിലേക്ക് കൈമാറണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് പെടുന്നുണ്ട്. അപ്പോൾ പീപ്പിൾസ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പീപ്പിളാണ് മെയിനായിട്ട് നിൽക്കുന്നത്. അതുപോലെ പീപ്പിളിൻ്റെ പ്ലാനിങ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പീപ്പിളാണ് ഇവിടെ പവർ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് എന്ത് ചെയ്യുന്നത്, പഞ്ചായത്തുകളിലൊക്കെ നിൽക്കുന്നത്. അതുപോലെ ഈ വികേന്ദ്രീകരണം, പവർ എന്ന് പറയുന്നത് താഴേക്കിടയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും എന്താണ്, ജനങ്ങളുടെ കൈകളിലാണ് എന്നാണ് ഇതിലൂടെ പറയുന്നത്. LSGIs എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ് ആണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ പീപ്പിൾസ് ക്യാമ്പയിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ തലങ്ങളിലും നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ തന്നെ കൊണ്ടുവരിക, എല്ലാവരെയും പുനഃസംഘടിപ്പിക്കുക. അതുപോലെ നമ്മുടെ ഭരണം എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടിട്ടാണ് 1996 ഈ ഒരു കാര്യം ആരംഭിക്കുന്നത്. അപ്പോൾ 1996 ഓഗസ്റ്റിൽ ഇത് ലോഞ്ച് ചെയ്യുകയും ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് ആണ്, അതായത് എല്ലാവരിലേക്കും എല്ലാം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽഡ് ചെയ്യപ്പെടുന്നു. 5th വൺ എന്ന് പറയുന്നത് റിനെയിമിംഗ് ആൻഡ് ഫോക്കസിങ് ആണ്. അതായത് ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുക. അതായത് റിനെയിംഡ് ദ കേരള ഡെവലപ്മെൻറ്റ് പ്ലാൻ ഇൻ 2002-2003 വിത്ത് ഫോക്കസ് ഓൺ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ, സസ്റ്റൈനബിൾ കപ്പാസിറ്റി ബിൽഡിംഗ്, ക്യാപിറ്റലൈസിങ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇംപ്രൂവിങ് സർവീസ് ക്വാളിറ്റി ഓഫ് LSGIs. അതായത് ടോട്ടലായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ, അതായത് സ്ഥാപനവൽക്കരണവും സുസ്ഥിരശേഷി വികസനവും നമ്മുടെ സാമ്പത്തിക വികസനവും ഒക്കെ തന്നെ എന്ത് ചെയ്യണം, ഈ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സിലൂടെ ആളുകളിലേക്ക് എത്തിക്കണം. നല്ല രീതിയിലുള്ള സർവീസാണ് ഇവിടെ കൊടുക്കേണ്ടത് എന്നിവയിലൊക്കെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. 2002-2003 ഇത് കേരള വികസന പദ്ധതി എന്നുള്ള രീതിയിൽ, അതായത് കേരള ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്നുള്ള രീതിയിൽ പുനർനാമകരണം ചെയ്യപ്പെടുകയും ചെയ്തത്. അപ്പോൾ നമ്മൾ ഓവറോൾ ആയിട്ട് ഇപ്പോൾ പറഞ്ഞത് എന്താണ്, പീപ്പിൾസ് പ്ലാനിംഗ് പ്രോഗ്രാമാണ്. അപ്പോൾ പീപ്പിൾസ് പ്ലാനിംഗ് പ്രോഗ്രാമിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ സബ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്, അവിടെ ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ട് ഇതിന്. അതുപോലെ ഗ്രാമസഭയ്ക്ക് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള പങ്കുണ്ട്, ഡീസെൻട്രലൈസേഷന് പങ്കുണ്ട്, പീപ്പിൾസിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ക്യാമ്പയിനിങ് ഉണ്ട്. അതുപോലെ ഇത് കേരള ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്ന് തന്നെ പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അത് ഓർത്തു വയ്ക്കാം. ഇനി നമ്മുടെ ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് ഓരോ സ്റ്റേജസ് ആയിട്ടാണ് പറയുന്നത്, ഇത് ഓരോരോ ഘട്ടങ്ങളായിട്ട്, ഓരോ സ്റ്റെപ്പുകളായിട്ടാണ് പറയുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിലെന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഗ്രാമീണർ അവരുടെ പ്രാദേശിക ആവശ്യങ്ങൾ എന്ത് ചെയ്യും, അതൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാമസഭകളിൽ ഒത്തുകൂടും. അതായത് ഗ്രാമസഭകളിലേക്ക് വരുന്നു, എല്ലാവരും കൂടി ഒത്തുചേരുന്നു, ഇന്നതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങളെന്ന് പറയുന്നു. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്താണ്, ഡെവലപ്മെൻറ്റ് മീറ്റിംഗ്സ് വെർ ഹെൽഡ് ഫോമിംഗ് ടീംസ് ടു പ്ലാൻ പ്രോജക്ട്സ്. അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ട ശേഷം കുറച്ചുകൂടി പ്ലാനിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള മീറ്റിംഗ്സുകൾ കൊണ്ടുവരുന്നു. എന്തൊക്കെ പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ടീമുകൾ രൂപീകരിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതായത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാൻസ് വെർ മെയ്ഡ് ഫോർ പ്രൊജക്ട്സ് ബട്ട് ദർ വെർ ചലഞ്ചസ് ലൈക്ക് എ ലാക്ക് ഓഫ് എക്സ്പേർട്സ്. അപ്പോൾ പദ്ധതികളൊക്കെ തന്നെ എന്ത് ചെയ്യും, മൂന്നാമത്തെ ഘട്ടങ്ങളിൽ ആസൂത്രണം ചെയ്തു, പക്ഷേ എക്സ്പേർട്സിൻ്റെ അഭാവം പോലുള്ള ചലഞ്ചസ് അവിടെ ഉണ്ടായിരുന്നു. 4th വൺ എന്ന് പറയുന്നത് പഞ്ചായത്തുകൾ എന്ത് ചെയ്യുന്നുണ്ട്,
പഞ്ചവത്സര പദ്ധതികളൊക്കെ തന്നെ തയ്യാറാക്കേണ്ടതായിരുന്നു. പക്ഷെ എന്താണ്, അത് വളരെ കഠിനമായിരുന്നു. അതായത് ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് എങ്ങനെയാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഡീസെൻട്രലൈസേഷൻ എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്തു, പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പേർട്സ് ഇല്ലാണ്ടിരുന്നു. എന്നിട്ടും പക്ഷെ എന്ത് ചെയ്തു, പഞ്ചവത്സര പദ്ധതികൾ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ തയ്യാറാക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ അത് വളരെയധികം അവർക്ക് ഡിഫിക്കൽട്ടായിരുന്നു. 5th വൺ എന്ന് പറയുന്നത് പ്ലാൻസ് ഫോർ ബ്ലോക്ക് ആൻഡ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് വർ മെയ്ഡ് ഹെൽപ്പ് ഫ്രം ലോക്കൽ ലെവൽസ്. അപ്പോൾ പ്രാദേശിക തലത്തിൽ നിന്നുള്ള സഹായത്തോട് കൂടിയിട്ട് ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾക്കായിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെ തയ്യാറാക്കി. അങ്ങനെ പഞ്ചായത്ത് പണിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം എന്ത് ചെയ്യാണ്, ചെലവഴിച്ചതിനാൽ ഫലങ്ങൾ എന്തായതും മികച്ചതായിരുന്നില്ല. അതായത് വളരെ കുറച്ചും മാത്രം പണം എടുത്തിട്ടാണ് അവർ ചിലവാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീടുള്ള വർഷങ്ങളിൽ കൂടുതൽ പണം അനുവദിച്ചിട്ടും വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും സർക്കാരിൻ്റെ പരിപാടികൾ എന്ന് പറയുന്നത് പിന്നീട് ഇവിടേക്ക് ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ചലഞ്ചസ് ഒരുപാട് ഇതിലുണ്ട്. ഇപ്പോഴും ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സിന് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അതായത് ഗ്രാമീണ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം, വികസന യോഗങ്ങൾ നടത്തണം, അതിനുശേഷം പദ്ധതികൾ രൂപകൽപ്പന ചെയ്യണം. പക്ഷേ ഇവിടെ എക്സ്പേർട്സ് ഉണ്ടോ ഇതൊക്കെ തന്നെ രൂപകൽപ്പന ചെയ്യാൻ, അല്ലെങ്കിൽ പ്ലാനിങ് നടത്താൻ വേണ്ടിയിട്ട് എക്സ്പേർട്സ് ഉണ്ടോ? ഇല്ല. എന്നിട്ടും 5 year പ്ലാൻസ് ഉള്ള പോലുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് ലെവലിലും ബ്ലോക്കും ഡിസ്ട്രിക്ട് ലെവലിൻ്റെ സഹായത്തോടു കൂടി ചെയ്യേണ്ടി വന്നു. അവരെന്ത് ചെയ്തു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു. പക്ഷെ അത് കഠിനമായിരുന്നു. ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഇത്രത്തോളം ശതമാനം പൈസ എടുത്തിട്ട്, അല്ലെങ്കിൽ ചെറിയൊരു ഭാഗം മാത്രം എടുത്ത് ഫണ്ട് എടുത്തിട്ട് അവർ ചിലവാക്കി. പക്ഷെ എന്തായത്, അത് എഫക്റ്റ് ആയില്ല. അപ്പോൾ എന്ത് രീതിക്കാണ് അവർ പ്ലാനിങ് കൊണ്ടുവന്നത് അത്രയും എഫക്റ്റീവായിട്ട് തീർന്നില്ല. എന്നിട്ട് എന്ത് ചെയ്തു, പലതരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടായിട്ടും സർക്കാർ കാര്യങ്ങൾ എന്ത് ചെയ്തു, ഇതിനകത്തേക്ക്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പലതരത്തിലുള്ള പ്രോഗ്രാംസ് ഇതിനകത്തേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അറിയുന്നത് തന്നെയാണ്. അപ്പോൾ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് ഇതിൻ്റെ ചലഞ്ചസ് കൂടി അതിൽ ഉൾപ്പെടുത്തിയാൽ മതി. ഈ ഡിസ്കസ് ചെയ്യുന്നത് ഈ LSG ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ചിട്ടാണ്. അതായത് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള മോഡേണൈസിങ് പ്രോഗ്രാംസിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ പറഞ്ഞു പ്ലാനിങ് ഇല്ല, അതില്ല, ഒരുപാട് പ്രശ്നങ്ങളാണ്, ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടെന്ന്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ LSGക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സർവീസ് ഡെലിവറി പ്രോജക്റ്റ്, അതായത് സേവന വിതരണ പദ്ധതി എന്ന് പറയുന്നത് 103 ഗ്രാമപഞ്ചായത്തുകൾക്ക്, 14 മുനിസിപ്പാലിറ്റികൾ, 5 മുനിസിപ്പൽ കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിൽ സർവീസസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്ന ഒരു പദ്ധതിയായിരുന്നു സർവീസ് ഡെലിവറി പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 8 ഡിപ്പാർട്ട്മെൻറ്റ്സിൽ 22 വിഭാഗങ്ങളിലുള്ള സ്ഥാപനങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് സർവീസസ് കാര്യങ്ങളൊക്കെ തന്നെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സർവീസ് ഡെലിവറി പ്രോജക്റ്റ്, അതായത് സർവീസ് ഡെലിവറി ചെയ്യുക, അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നായിരുന്നു ഇത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ആശ്രയ ദ ഡെസ്റ്റിറ്റ്യൂട്ട് പ്ലാനിനെ കുറിച്ചിട്ടാണ്. അതായത് ആശ്രയ അഗതി പദ്ധതി എന്ന് പറയും. ഏതെങ്കിലും ഒരു പ്രദേശത്തെ ജനസംഖ്യയുടെ 2% താഴെയുള്ള വളരെ മോശം സാഹചര്യങ്ങളിൽ നിരാലംബരായിട്ടുള്ള കുടുംബങ്ങളെ സഹായിക്കുന്നതിനുള്ള ഒരു സംരംഭമായിരുന്നു ആശ്രയ. അവരുടെ വെല്ലുവിളിയൊക്കെ തന്നെ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ പരിഹരിക്കുകയും നല്ല രീതിയിലൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതി കൂടിയായിരുന്നു ആശ്രയ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ നിരാലംബരായിട്ടുള്ള 2% ആളുകളെ സഹായിക്കുക എന്നുള്ളത്. തേർഡ് വൺ എന്ന് പറയുന്നത് അക്ഷയ സെൻറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. അക്ഷയ ഡിജിറ്റൽ സാക്ഷരതയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടെക്നോളജീസ് പഠിപ്പിക്കുക, അതായത് കുറച്ചുകൂടി നമ്മുടെ എല്ലാവരുടെയും എന്ത് ചെയ്യുക, ഡിജിറ്റലിൻ്റെ ഒരു വിടവ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എല്ലാവരെയും എത്തിക്കുക. 8 ജില്ലകളിലായിട്ട് 1300 കേന്ദ്രങ്ങളാണ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. 3 ലക്ഷത്തോളം പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സാക്ഷരതാ പരിപാടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്ഷയ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അക്ഷയയിലൂടെ ഗ്രാമങ്ങളെ വികസിപ്പിക്കുക, അല്ലെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് ഡിജിറ്റൽ സാക്ഷരത എത്തിക്കുക എന്നുള്ളതാണ് അതിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഫോർത്ത് പണെന്ന് പറഞ്ഞ ഇൻഫോർമേഷൻ കേരള മിഷനെ കുറിച്ചിട്ടാണ്, IKMനെ കുറിച്ചിട്ട്. അതായത് ലോക്കൽ ബോഡീസിലെ സ്ഥാപനങ്ങളെ കുറച്ചുകൂടി കമ്പ്യൂട്ടർ വൽക്കരിക്കുന്നതിനും, അതുപോലെ ഗവേണൻസ്, അതായത് ഇലക്ട്രോണിക് ഗവേണൻസ് ത്രൂ എന്താണ് ഇലക്ട്രോണിക്സ് എന്നുള്ള രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപിതമായിട്ടുള്ള ഒന്നാണ് അതായത് ഇൻഫർമേഷൻ കേരള മിഷൻ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളെ കുറിച്ചിട്ടൊക്കെ തന്നെ ആളുകളിലേക്ക് എത്തിക്കുക, അതിൻ്റെ പരിശീലനം കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ലോക്കൽ ബോഡീസിലുണ്ടാവുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ അതിലൂടെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒന്നാണ് ഇത്. അതായത് കുറച്ചുകൂടി ഈ ഗവേണൻസ് എന്ന് പറയുന്ന ഒരു കാര്യം, ഗവൺമെൻറ്റിൻ്റെ ആയിട്ടുള്ള എല്ലാ പോളിസീസും കാര്യങ്ങളാവട്ടെ, മറ്റു കാര്യങ്ങൾ എന്തോ ആവട്ടെ, അതൊക്കെ തന്നെ എന്ത് ചെയ്യാണ്, ആളുകളിലേക്ക് ഇതിലൂടെ കൊണ്ടുവരിക. അതായത് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഈ പറയുന്ന ഓൺലൈനിലൂടെ എത്തിക്കുക എന്നുള്ളതാണ് അതിനകത്ത് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ എല്ലാ ആളുകളിലേക്കും, അതായത് നമ്മുടെ ഉദ്യോഗസ്ഥരിലേക്കും ഡിജിറ്റൽ ആയിട്ടുള്ള ഉപകരണങ്ങളും പരിശീലനവും എത്തിക്കുക.
ഇനി കിലേനെ കുറിച്ചിട്ടാണ് പറയണത്. അതായത് നമ്മൾ കുറേ വട്ടം കേട്ടിട്ടുണ്ടാവും കില എന്നുള്ളത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടൊക്കെ തന്നെ പഠിക്കുകയും പരിശീലിപ്പിക്കുകയും അതിൽ റിസർച്ച് നടത്തുകയും എന്തൊക്കെ തരത്തിലുള്ള റെക്കമെൻഡേഷൻസ് വേണം എന്ന് പറയുന്ന നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സംഘടനയാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള കോഴ്സുകളൊക്കെ തന്നെ ഇവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ അതിൽ പഠനങ്ങൾ നടത്തുന്നുണ്ട്. നമ്മുടെ ലോക്കൽ ഗവൺമെൻറ്റ്സുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളിൽ ഇവൻറ്റുകളിലൊക്കെ തന്നെ ഇവർ അതിഥികളായിട്ട് എത്തുന്നുണ്ട്. പിന്നെ കൂടാതെ നമ്മുടെ പ്രാദേശിക സർക്കാരിൻ്റെയൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളിലുള്ള പരിശീലനത്തിനും വികസനത്തിനും ഒക്കെ തന്നെ എന്താണ് കില യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇവർ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. കേരള സർക്കാരിന് കീഴിലുള്ളൊരു സ്വതന്ത്ര സംഘടനയാണ് ഇവർ. അവിടെ എന്താണ് നമ്മുടെ പ്രാദേശിക ഭരണത്തെ എന്ത് ചെയ്യുന്നുണ്ട്, പരിശീലിപ്പിക്കുകയും അതിലൊക്കെ റിസർച്ച് നടത്തുകയും റെക്കമെൻഡേഷൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കിലയാണ്. ഇനി ഡിസ്കസ് ചെയ്യുന്നത് കേരള പഞ്ചായത്ത് രാജ് ആക്ട് ഇൻക്ലൂഡ് പ്രൊവിഷൻസ് ഫോർ റിസർവേഷൻ ഓഫ് സീറ്റ്സ് ആൻഡ് ഓഫീസസ് ഇൻ ദി പഞ്ചായത്ത് രാജ് സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. അതായത് പഞ്ചായത്ത് രാജ് ആക്ടിൽ എന്തൊക്കെ തന്നെ പ്രൊവിഷൻസ് ആണ് റിസർവേഷൻ സീറ്റ്സിനെ കുറിച്ചിട്ടും ഒക്കെ തന്നെ പറയുന്നതാണ്. അതായത് ഇതിനകത്ത് റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ മെമ്പേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് പഞ്ചായത്തിൽ മെമ്പേഴ്സിൽ എത്ര തരത്തിലുള്ള സീറ്റുകൾ സംവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് SC STസിനും അതുപോലെ പലതരത്തിലുള്ള സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കും പിന്നെ സ്ത്രീകൾക്കും അവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സീറ്റുകൾ സംവരണം ചെയ്യുന്നുണ്ട്. അവരുടെ പട്ടികവർഗ അല്ലെങ്കിൽ വനിതകൾ ഉൾപ്പെടെ മൊത്തം സീറ്റുകളുടെ 50% സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംവരണം ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ പ്രസിഡന്റ്, ചെയർപേഴ്സൺ പദവികളിൽ, അതായത് ആ ഒരു ഓഫീസേഴ്സായിട്ട് ഇരിക്കാനുള്ളൊരു റിസർവേഷൻ കൂടി പറയുന്നുണ്ട്. അതായത് പഞ്ചായത്തുകളിലെ ജനസംഖ്യയെ അടിസ്ഥാനമാക്കിയിട്ട് ഈ ഒരു പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ സ്ത്രീ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർപേഴ്സൺ, മേയർ സ്ഥാനങ്ങളൊക്കെ തന്നെ സംവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓഫീസുകളിലൊക്കെ തന്നെ 50% കുറയാതെ സ്ത്രീകൾക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ അല്ലെങ്കിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള പഞ്ചായത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് സമാനമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റൊട്ടേഷൻ എന്നുള്ളൊരു പദ്ധതി കൊടുക്കുന്നുണ്ട്. അതായത് പദവികൾ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് നീക്കിവെച്ചിട്ടുണ്ടെങ്കിൽ വൈസ് പ്രസിഡന്റ്മാരും ഡ്യൂട്ടി ചെയർപേഴ്സണും റിസർവ് ചെയ്യാതെ തന്നെ തുടരുമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് റൊട്ടേഷൻ എൻഷുവേഴ്സ് fair allocation beginning with the panchayat with the highest population of scheduled class tribes or women, the continuing in a similar manner. അതായത് റൊട്ടേഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ റൊട്ടേഷനിലൂടെ, അതായത് ആദ്യം ഇവർക്ക് സംവരണം കൊടുത്ത ശേഷം പിന്നീട് വരുമ്പോൾ അടുത്ത ആളുകൾക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ റൊട്ടേഷൻ കൊടുക്കുന്നുണ്ട്. If offices are reserved for women, vice presidents and deputy chairpersons remained unreserved and vice versa. അപ്പോൾ ഇവിടെ ആദ്യം റിസർവ്ഡ് വിമൻസ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റും ഡെപ്യൂട്ടി ചെയർപേഴ്സൺസ് ഒക്കെ തന്നെ വിമൻസ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും മറ്റൊരു തലത്തിലേക്ക് നോക്കുമ്പോൾ അത് വൈസ് വേഴ്സയായിട്ട് പിന്നീട് അത് തിരിച്ചും എന്നുള്ള രീതിയിലേക്ക് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് ഏകദേശം ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ റിസർവേഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യണം. ആളുകളെ ജനസംഖ്യ അനുപാതത്തിലാണ് കൊടുക്കുന്നത് എങ്കിൽ കൂടി എന്ത് ചെയ്യണം, ഇപ്പോൾ ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ റൊട്ടേഷനിലൂടെ എല്ലാവർക്കും ഇത് അവൈലബിൾ ആക്കണം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ജസ്റ്റ് ഓവറോൾ ആയിട്ട് ജസ്റ്റ് ഇതൊന്ന് നോക്കി വെച്ചാൽ മതി. അതായത് റിസർവേഷൻ്റെ കാര്യം നമുക്ക് അറിയുന്നല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇത് എക്സാമിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ചോദിക്കില്ല, പക്ഷേ റിസർവേഷൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ജസ്റ്റ് ഇതൊന്ന് വായിച്ചു വെച്ചാൽ മതിയാവും കേട്ടോ.